നന്ദനെക്കുറിച്ച് പ്രതാപവർമ്മ വിദ്യാഭാരതിയോട് സംസാരിക്കുന്നു. എനിക്കതിന്റെ മുഖം കണ്ടാൽ കൈക്കും വിദ്യ. ആ കണ്ണുകൊണ്ട് പിന്നെ നിന്നെ നോക്കിയാലും കഴിക്കും. അമ്പിളി നന്ദനെ ഉപദേശിക്കുന്നു. ഇത്രയും കാലം അവിടെയുള്ള ബന്ധുക്കളും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞാൻ എന്തിനു വേണ്ടി അങ്ങോട്ട് പോണം? ആർക്ക് വേണ്ടി പോണം? ചേച്ചിക്ക് വേണ്ടി. ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പോകണം. സുമിത്ര ചില തീരുമാനങ്ങൾ മനീഷിനെ അറിയിക്കുന്നു. ഇത്രയും കാലം അവൾക്ക് വേണ്ടി ചെലവായ ഞാൻ ചെലവാക്കിയ തുക എനിക്ക് കിട്ടണം. നന്ദനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭാഗീരഥി തമ്പുരാട്ടി വിദ്യാഭാരതിയോട് പറയുന്നു. നീ മറന്നാലും നിഷേധിച്ചാലും എന്റെ പേർക്കുട്ടിയാണ് അവള്. ഉദയന്നൂർ കോവിലകത്തെ കുട്ടി. അതിങ്ങനെ വല്ല വീട്ടിലും കിടന്ന് നരയിക്കാൻ പാടില്ല. ശേഖരനും രഘുവരനും സുമിത്രയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ 40 സെന്റ് സ്ഥലം നന്ദന അത് സുമിത്രയുടെ പേരിൽ എഴുതി തരണം. ഇനി തുടർന്ന് കാണുക. നേരത്തെ നമ്മളിത് അവളോട് ആവശ്യപ്പെട്ടതാണ്. പറ്റില്ല എന്നവള് മുഖത്ത് നോക്കി പറഞ്ഞത് ശേഖരേട്ട് മറന്നോ? അത് പറഞ്ഞ നിമിഷത്തിൽ ഞാൻ അവളുടെ മുഖത്ത് കൈവീശി അടിച്ചത് സുമിത്ര കണ്ടില്ലേ? അന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചേ. പക്ഷേ നിന്റെ ഇളയ മോള് ഇടയ്ക്ക് കയറി ചേച്ചിയെ തൊട്ട ചൂലെടുത്തടിക്കുന്നു പറഞ്ഞു. കൊച്ചു പെണ്ണായതുകൊണ്ടും നിന്റെ മോളായതുകൊണ്ടും ഞാൻ ക്ഷമിച്ചത്. അമ്പിളിക്ക് അന്ന് ഞാൻ കണക്കിന് കൊടുത്തേട്ടാ. വേണ്ടായിരുന്നല്ലോ സുമിത്രേ. ഇതിനൊന്നും തല്ലാനും പിടിക്കാനും പോകരുത്. കാത്തിരുന്ന അവസരം നോക്കി മറ്റവർക്ക് പണി കൊടുക്കണം. അതിനുള്ളൊരു ചാൻസ് നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുക. സ്ഥലം എഴുതി തരാൻ ചിറ്റ ആവശ്യപ്പെടേണ്ടത് നന്ദനയോടല്ല. പിന്നെ ആ കോവിലകത്ത് നിന്ന് അവളെ സ്വീകരിക്കാൻ വരുന്നവരോടാണ് പറയേണ്ടത്. കാരണം നന്ദനെ കൊണ്ടുപോകേണ്ടത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, കറക്റ്റ്. രഘുവരൻ പറഞ്ഞതാണ് ശരിയായ ലൈൻ. കലക്കി രഘുവരൻ. ചുരുക്കത്തി നമ്മൾ ആഗ്രഹിച്ച 40 സെന്റ് സ്ഥലം എന്റെ പെങ്ങളുടെ പേരിലാകാൻ പോകുന്നു. ഒപ്പം ഒരു തലവേദന ഒഴിയാനും പോകുന്നു. ഡബിൾ നേട്ടവാ. വീട്ടിൽ ഒറ്റയ്ക്കും കൂട്ടായും ആലോചനകൾ നടക്കുക. ശേഖരമാവന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. എന്താ അവരുടെ അജണ്ട? അറിയില്ല. എന്റെ നിഴല് കണ്ട അപ്പ ചർച്ച അവസാനിപ്പിക്കും, അല്ലെങ്കിൽ വിഷയം മാറ്റും. അമ്പിളിയെ അവരിയ്ക്കുന്ന ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. കേൾക്കുന്ന കാര്യം അവൾ എന്നോട് വന്ന് പറയുമല്ലോ. സേതുലക്ഷ്മി മാഡം വന്നിട്ട് പോയതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തെന്ന് ഉറപ്പാ. ആരും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ. അവര് വന്നോന്നായിരിക്കില്ല പ്രശ്നം. ഇനിയും വരുമെന്നല്ലേ പറഞ്ഞത്. അതും തന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. അതാണ് ചർച്ചാ വിഷയം. എന്നെ ഒഴിവാക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? സുമിത്ര ആന്റിയല്ലേ ആള്. എന്തെങ്കിലും അണിയറ നീക്കം കാണും. താൻ മൈൻഡ് ചെയ്യണ്ട. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. നന്ദനയുടെ ഡിസിഷൻ എന്താ? ഉദയനൊരേക്ക് വിളിച്ചാൽ താൻ പോവോ? പോണെന്നാ അമ്പിളി പറഞ്ഞത്. പോകുന്ന അമ്പിളിയല്ലല്ലോ, ആ കുട്ടിയുടെ ചേച്ചിയല്ലേ. തന്റെ തീരുമാനം എന്താ അത് പറ. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. പകുതി ഉത്തരം ഈ പറഞ്ഞതിലുണ്ട്. പോകാനൊട്ടും താല്പര്യമില്ലായിരുന്നെങ്കിൽ നോ പറയുമായിരുന്നു താൻ. ആശയക്കുഴപ്പത്തിലാണെങ്കിൽ തീർച്ചയായും പോണോ വേണ്ടയോ എന്നുള്ള തർക്കം മനസ്സിൽ നടക്കുന്നുണ്ട്. നന്ദനയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ താൻ മറ്റെന്തോ ആണ് ആലോചിക്കുന്നത്? അച്ഛൻ മരിച്ച ശേഷം വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ളത് അമ്പിളിയോട് മാത്രം. വലിയ വാചകക്കാരിയാണെങ്കിലും പ്രായം കൊണ്ട് അവള് കൊച്ചുകുട്ടിയാ. ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാക്കാനായിട്ടില്ല അവൾക്ക്. പിന്നീട് എപ്പോഴും ആണ് അറിഞ്ഞത് മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഇങ്ങനെ ഒരാളുകൂടെ ഉണ്ടെന്ന്.
എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരാളുണ്ടെന്ന ധൈര്യം അതൊരാശ്വാസമായിരുന്നു. ആശ്വാസം ആയിരുന്നു എന്ന് പാസ്റ്റ് ടെൻസ് വേണ്ട, ആശ്വാസം ആണെന്ന് തന്നെ പറഞ്ഞോളൂ. ഞാനിവിടുന്ന് പോകേണ്ടി വന്ന എങ്ങനെയാ കാണാൻ പറ്റുക? ഞാൻ വരും തന്നെ കാണാൻ. കാണാതിരിക്കാൻ എനിക്കാവില്ല. വീട്ടിലറിഞ്ഞപ്പോ വഴക്കാവില്ലേ? അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട് ഹരിയേട്ടന്റെ അച്ഛന്. അതിന്റെ പേരിൽ അച്ഛന് തന്നോട് മനസ്സുകൊണ്ട് ദേഷ്യം കാണില്ല. അച്ഛനും അമ്മയും പാവങ്ങളാ, എന്റെ അച്ഛനും അമ്മയല്ലേ. അഥവാ പിണക്കമുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോ ഒക്കെ മാറും. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ കലങ്ങി തെളിയാൻ കൂടിയാ താൻ പോകണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പോകാതിരിക്കരുത്, മനസ്സിലായോ? സോജ, കാറ് തിരിച്ചിട്ടുള്ളൂ, ഇറങ്ങാറായി. ആ ശരി. ആ എന്താ പതിവില്ലാത്തൊരു ഉത്സാഹം ഭാസ്കരക്കുറിപ്പിന്? കാർ റെഡിയാണ്. എന്തിന്? അമ്മേ ഒന്ന് നിക്കമ്മ, ഇതൊന്ന് ശരിയായിടട്ടെ. ഭാസ്കര, ഓ, വണ്ടി റെഡിയാണ്. ഡീസലൊക്കെ ഉണ്ടോ? ഫുൾ ടാങ്കാണ്. ആ, ഇനി ആരാ വരാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് ഇറങ്ങാൻ പറ. ഓ, ഇനി ആര് വരാനമ്മേ? നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോ ആണുങ്ങളായിട്ട് ആരുമില്ലേ? ആര് വരാനമ്മേ? ഇന്നലെ മുതല് ഇവിടെ എല്ലാവർക്കും കർത്തവാവല്ലേ? ഒരു നല്ല കാര്യത്തിന് പുറപ്പെടാൻ തറവാട്ടിൽ ആണുങ്ങൾ ഇല്ലാണ്ടായോ? എന്ത് നല്ല കാര്യം? ആ നാശം പിടിച്ചവളെ വിളിച്ചോണ്ട് വരാനല്ലേ പോകുന്നത്. ആണായിട്ട് ഇളയപുത്രി കൂടിയുണ്ടല്ലോ, അത് തന്നെ ധാരാളം. എന്തിനാ അമ്മേ അതും ഇതും പറഞ്ഞ ആളുകളുടെ മുഷിച്ചിൽ പിടിച്ച് വാങ്ങുന്നത്? നമുക്ക് പോയിട്ട് വരാമേ. വരണമെന്നേ ഇല്ല. ആ വഴിക്ക് മറ്റെവിടേക്കെങ്കിലും പോയാലേ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും. ആ അല്ല, മൂത്ത മോൾക്ക് വരവേൽപ്പിന് പോകാൻ ആഗ്രഹമില്ലേ? ഉദിയന്നൂരിലെ മുത്തശ്ശിയെ പേരക്കുട്ടിയെ ആനയിക്കാനായിട്ട് പോവുകയാ. വേണമെങ്കിലേ ഒപ്പം പോവാം. എന്നാ പോകുന്നോ? ഭാസ്കര, ഓ, എന്റെ സേതുവിന്റെയും കൂടെ വരാൻ ഭാസ്കരന് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ വാ. ഒരു കാര്യത്തിന് തറവാട്ടിൽ ആണുങ്ങളില്ലെങ്കിൽ കാര്യസ്ഥനെങ്കിലും വേണ്ടേ? അല്ലെങ്കിലും പണ്ടേ ഈ തറവാട്ടില് കാര്യസ്ഥനും അവരുടെ മക്കളുമല്ലേ പല കാര്യത്തിനും മുൻകൈ എടുത്തിട്ടുള്ളത്. പ്രതാപവർമ്മേ, അമ്മേ നമുക്ക് പോവാം. ഭാസ്കർ കുറിപ്പേ, മച്ചിന് മുകളിലെ നമ്മുടെ പഴയ ആലവട്ടവും വെഞ്ചാമരവും കാണും. അതും കൂടി അങ്ങോട്ട് എടുത്തോ. വരവേൽപ്പ് അങ്ങടെ ഗംഭീരാവട്ടെ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയിരുന്ന പഴയൊരു മേനോനുണ്ടായിരുന്നല്ലോ. നിങ്ങൾ വരുമ്പോഴേക്ക് അയാളെയും കൂടി അങ്ങോട്ട് വിളിക്കാം. ഒരു ചെറിയ വെടിക്കെട്ട്. എന്തേ, വിളിക്കണോ? സേതു വാ പോകാം. ഇതാമ്മേ വീട്.
അവരിതേ പിന്നെയും വന്നു. ആര്? അമ്മ ചെന്ന് നോക്ക്, ഞാൻ മനീഷേട്ടനെ വിളിക്കാം. മൂന്ന് പേരായിട്ട് കയറി ചെല്ലണ്ട. ഓ ഒരു ശുഭകാര്യത്തിനല്ലേ. ഭാസ്കരൻ പിന്നാലെ വന്നാ മതി. ശരി. വാ സേതു. ഇതാമ്മേ ശിവരാമന്റെ ഭാര്യ. പേരെന്താണെന്നാ പറഞ്ഞത്? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. സുമിത്ര എന്ന് എന്റെ പേര്. സാക്ഷാൽ ശ്രീരാമന്റെ അമ്മയുടെ പേരാണല്ലോ. കാറിൽ ഒരേ ഇരിപ്പിരുന്നതുകൊണ്ടേ കാലിന് വല്ലാത്തൊരു വേദന. ഒന്ന് പിടിച്ചേ സുമിത്രേ. ഒന്ന് പിടിക്കു സുമിത്രേ. അങ്ങനെ കയറിപ്പറ്റി. സേതുലക്ഷ്മി അറിയാലോ, ഞാൻ ഇവളുടെ അമ്മ ഭാഗീരഥി. മക്കളായിരിക്കുമല്ലേ? എന്തൊക്കെയാ പേര്? അനില. എന്ത് കാഴ്ച കാണാൻ വന്നിക്ക? നിനക്ക് അപ്പുറത്ത് ജോലിയൊന്നുമില്ല? കേറി പോടാ, ഓടി അങ്ങോട്ട്. നന്ദനെ, മോളെ നന്ദനെ, നന്ദന. അവളിവിടെ ഇല്ല. എവിടെ പോയി? ആ, എനിക്കറിയില്ല. ഞങ്ങള് വന്നത് സുമിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ഇങ്ങനെ? ഞാനിങ്ങനെയാ. എന്തായാലും നന്ദന വരാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാത്തിരിക്കാം അല്ലേ അമ്മേ? ആ, അത് മതി. അവള് ചിലപ്പോ സന്ധ്യയാവും വരാൻ. അത് കഴിഞ്ഞ് പോയിക്കോളാം, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആഹാ, ആളെത്തിയല്ലോ. സുമിത്ര പറഞ്ഞുള്ളൂ മോൾ ഇപ്പൊ വരുമെന്ന്. കുട്ടിയിങ്ങ് വരൂ, ഞാനൊന്ന് കാണട്ടെ. മുത്തശ്ശിയ ഇങ്ങ് വാ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആള് വലിയ ഒതുക്കക്കാരിയാണെന്ന്. ചെല്ല്.
മുത്തശ്ശിക്ക് ഇഷ്ടായി, സന്തോഷായി. മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞു. സേതു, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, പോകാല്ലേ? പോവാമേ. സേതുലക്ഷ്മി നേരത്തെ വന്നപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? നമുക്ക് കോവിലകത്തേക്ക് പോകാം. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ. അതെ, വഴിയെ പോകുന്നവർക്ക് ഇവിടെ ഉള്ളവരെ വിളിച്ചോണ്ട് പോവാൻ ഇത് വഴിയമ്പലം ഒന്നുമല്ല. ഇത് എന്റെ വീടാ. ആണോ? എന്നിട്ട് അതിന്റെ സാമാന്യ മര്യാദയൊന്നും നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഞങ്ങളെ കണ്ടുവിടാൻ മുഖം തിരിച്ച് ഇങ്ങ് കേറിപ്പോവല്ലേ ചെയ്തത്? എനിക്ക് ആരെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സുമിത്രയുടെ സ്വീകരണം ഏറ്റുവാങ്ങാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നന്ദനെ, മോള് ചെന്ന് കുട്ടിയുടെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വാ. ഇവര് സംസാരിച്ചോണ്ട് നിൽക്കട്ടെ. അവള് വരുന്നില്ലെങ്കിലോ? അത് നന്ദനയല്ലേ തീരുമാനിക്കേണ്ടത്. അവൾ എന്ത് തീരുമാനിച്ചാലും വിടാൻ ഞാൻ തയ്യാറല്ല. സുമിത്ര ഇങ്ങനെ പാവായാലോ? ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മയാ ഞാൻ. ഇത് കുഞ്ഞമ്മ. ഞങ്ങൾ ഈ മോളെ വിളിച്ചോണ്ട് പോകാൻ വന്നിട്ട് വീടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനാ? ഈ കുഞ്ഞമ്മ അമ്മയുടെ അമ്മയൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു അമ്മയുടെ അമ്മ. എന്നിട്ട് ഇവക്കൊരു അമ്മയില്ലേ? അവരെവിടെ? ആ അമ്മയുടെ അടുത്തേക്കാ ഞങ്ങൾ നന്ദനയെ കൊണ്ടുപോകുന്നത്. കോവിലകത്ത് കാത്തിരിക്കാവള്. പെറ്റമ്മയുടെ അരികിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നതിന് സുമിത്ര എന്തിനാ എതിർക്കുന്നേ? പെറ്റമ്മയോ? ആ വാക്ക് പറയാൻ ആ സ്ത്രീക്ക് എന്ത് അവകാശ? വിദ്യാഭാരതിയുടെ ഗർഭപാത്രത്തിലാണ് നന്ദന ജനിച്ചത്. അത് തന്നെ അവകാശം. വാടകയ്ക്ക് ഒരു ഗർഭപാത്രം എടുത്താലും ഒരു കുട്ടി ഉണ്ടാവും. എന്നാ ഒരു കുഞ്ഞിനെ ഊട്ടി ഉറക്കി വളർത്തിയത് ഇത്രയും ആക്കാൻ ഒരമ്മയെ കിട്ടുക എളുപ്പമല്ല. പെറ്റുപേക്ഷിച്ച് പോയവർക്ക് 10-25 കൊല്ലം കഴിഞ്ഞ അമ്മയെന്ന് പറയാൻ ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് വന്നതുപോലെ രണ്ടുപേരും തിരിച്ചു പോയാട്ടെ. സുമിത്രയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതല്ല നിങ്ങൾ തരുമോ? ചോദിക്ക്, എന്നിട്ട് തീരുമാനിക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തു കൊടുത്തിട്ടല്ല ഞാൻ ഇവളെ വളർത്തിയത്. 3 നേരം ഒന്നാം തരം ആഹാരം കൊടുത്തിട്ട് തന്നെയാ. ഉണ്ണാനും ഉടുക്കാനും തേക്കാനും കൊടുത്ത് ഈ പരുവത്തിലാക്കിയെടുക്കാൻ സുമിത്ര കുറെ കഷ്ടപ്പെട്ടു. അതിന് നഷ്ടപരിഹാരം വേണോന്നാണോ? ആണോ സുമിത്രേ? അതേന്ന് വെച്ചോ. വളച്ചു കെട്ടുന്നില്ല. നന്ദനയുടെ പേരിൽ ഒരു 40% സ്ഥലമുണ്ട്. ഇവളുടെ അച്ഛൻ എഴുതി കൊടുത്തത്. അത് എന്റെ പേരിലാക്കി തരണം. ഓ, ആ 40% പ്രമാണം രജിസ്റ്ററാക്കി തന്നാ നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകാം. നന്ദന എന്തു പറയുന്നു? നിന്റെ സമ്മതം അറിയേണ്ടത്. എന്തായാലും പറഞ്ഞോളൂ കുട്ടി. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട് സമ്മതമാണെന്ന്. അച്ഛൻ എനിക്ക് തന്ന സ്ഥലം അത് വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമല്ല. അയ്യോ മോളെ, ഇങ്ങോട്ട് വാ. അത് വേണ്ട, മാറി നിൽക്കണം. ഇത് മോശമായി പോയല്ലോ സുമിത്രേ. ആണെങ്കിൽ കണക്കായി പോയി. ഞാൻ എന്റെ സൗകര്യം പോലെ എല്ലാം ചെയ്യും. അത് മനസ്സിലായി ഞങ്ങൾക്ക്. ചുരുക്കി പറഞ്ഞ നന്ദനയുടെ പേരിലുള്ള 40 സെന്റ് സ്ഥലം സുമിത്രയ്ക്ക് വേണം. താരാൻ കുട്ടിക്ക് മനസ്സുമില്ല. എങ്ങനെയാ നിർബന്ധിക്കുക? പ്രശ്നമായല്ലോ. അധികം പ്രശ്നമാവുന്നതിന് മുമ്പ് നിങ്ങൾ പോണം. പോയില്ലെങ്കിലോ? കോലോത്തെ തമ്പുരാട്ടിമാരുടെ വിരട്ടലൊക്കെ അത് അവിടെ. ഇത് സ്ഥലം വേറെയാ. അതെ, അത് ശരിയാ. സേതു, സുമിത്ര ചോദിച്ച സ്ഥിതിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല.
നമ്മുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ അടിക്കുകൂടി ചെയ്തു. വസ്തുവിന്റെ രജിസ്ട്രേഷൻ നമുക്ക് പിന്നീടാവാം. ഇപ്പൊ ഒരു അഡ്വാൻസ് കൊടുക്കാം. ഭാസ്കറിനോട് അതിങ്ങോട്ട് വണ്ടിയിൽ നിന്ന് എടുത്തോളാൻ പറ. ശരി അമ്മേ. ആ, വിശ്വാസത്തിന് വേണ്ടി ചെറിയൊരു അഡ്വാൻസ് തരാം. അങ്ങനെ കണ്ടാ മതി. ഇത് ബാക്കി പിന്നീട്. ഡീ, അസത്തെ കോലോത്തെ തമ്പുരാട്ടിയല്ല, ഈ കുട്ടിയുടെ മുത്തശ്ശിയാ ഞാൻ. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ നീ തല്ലുന്നോ? അനങ്ങി പോവരുത്. സുമിത്ര എരന്നു വാങ്ങി അടിയ ഇത്. എന്റെ അമ്മയുടെ കർണത്തടിക്കുന്നതിന് പകരമാ നിങ്ങൾ നന്ദനെ അടിച്ചത്. അമ്മയായാലും വളർത്തമ്മയായാലും കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചാൽ കേസാ. ഞാനൊന്ന് വിളിച്ചാൽ മതി, 5 മിനിറ്റിനുള്ളിൽ പോലീസ് എത്തും. പിന്നെ വനിതാ കമ്മീഷനിൽ ഒരു പരാതി. സൂര്യപ്രകാശം കാണാൻ സുമിത്ര പിന്നെ നല്ല നേരം നോക്കേണ്ടി വരും. ഈ കുട്ടിയെ വളർത്തിയതിന് കൂലി ചോദിക്കുന്നോ? സുമിത്രയുടെ ഭർത്താവിന്റെ മകളല്ലേ ഇവള്? ആ പരിഗണനയെങ്കിലും വേണ്ടേ?